4 മണിക്ക് മോൻ സ്കൂളിൽ നിന്ന് വരുമ്പോൾ എന്ത് കൊടുക്കുമെന്ന് ആലോചിച്ച് തല പുണ്ണാൻ നിൽക്കുമ്പോഴാണ് ഞാൻ ആലോചിച്ചൊരു ദോശമാവും ഇല്ല, ന്യൂൺ ആപ്പിൽ നിന്ന് ദോശമാവ് വാങ്ങിച്ചാലോ എന്ന്. എനിക്കെപ്പോഴും 15 മിനിറ്റ്സിനുള്ളിൽ മിനിറ്റ്സ് എന്ന് പറഞ്ഞിട്ട് ഓപ്ഷനുണ്ട്. 15 മിനിറ്റ്സിനുള്ളിൽ തന്നെ കൊണ്ടുവന്നിട്ടുണ്ട്. പേയ്മെൻറ്റിലൊന്നും ഇന്നും ഒരു പ്രശ്നം വന്നിട്ടില്ല കേട്ടോ. നല്ല പ്രൊഡക്റ്റുകൾ തന്നെയാണ് കിട്ടാറ്. അപ്പം എനിക്ക് പൊതുവേ ബേട്ടേഴ്സ് ഒന്നും പുറത്തുനിന്ന് വാങ്ങാൻ ഇഷ്ടമില്ല. ഇനി എന്നാലും അത്യാവശ്യ ഘട്ടത്തിൽ വേറെ രക്ഷയില്ലല്ലോ. അപ്പം നല്ല ദോശ നമുക്കിത് പിസ്സ പോലെ ഇതുപോലെ ചുവന്നുള്ളിയല്ല, സവോളയും മല്ലിച്ചപ്പും തക്കാളിയും പച്ചമുളകൊക്കെ ഇങ്ങനെ ഇട്ടിട്ട് പിസ്സ എന്ന് പറഞ്ഞിട്ട് ദോശ ഉണ്ടാക്കി കൊടുക്കുക. അപ്പോൾ സാധാ ദോശ ആണെങ്കിൽ വൈകുന്നേരം ഒരു മടിയായിരിക്കുമല്ലോ. ഇതിൻ്റെ കൂടെ നല്ലൊരു ചട്നി ഉണ്ടെങ്കിൽ പിന്നെ മുട്ട ഒഴിക്കാം. അതൊക്കെ നിങ്ങളുടെ ചോയ്സ്. എൻ്റെ മോന് എഗ്ഗിന് അലർജി ഉള്ളതുകൊണ്ട് ഞാൻ ഇങ്ങനെയാണ് കൊടുക്കാറ്. അപ്പോൾ നല്ല ചട്നിയൊക്കെ ഉണ്ടെങ്കിൽ അവർ ഹെൽത്തി ആയിട്ട് കഴിക്കും. നമ്മൾ ഓൾറെഡി മിക്സർ, ചിപ്സ്, ബിസ്ക്കറ്റ്, നിങ്ങൾ ബേക്കറി ഐറ്റംസ്, ഫ്രൈഡൊക്കെ കൊടുക്കുന്നവരും മാക്സിമം ഇങ്ങനെ കൊടുക്കുക. വീക്ക്ലി വൺസ് ഒക്കെ അങ്ങനെ കൊതിക്ക് വേണ്ടി മാത്രം. അല്ലാത്ത ബേക്കറി ഐറ്റംസ് കൊടുത്താൽ അവർ സ്കൂളിൽ നിന്ന് വരുമ്പോൾ പഠിക്കാനൊക്കെ ഒരു ഉഷാറും ഉണ്ടാവും, ഹെൽത്തി ആയിട്ടും ഇരിക്കും. നമുക്ക് അവർക്ക് വേണ്ടി ചെയ്തു എന്നുള്ളൊരു സംതൃപ്തി ഉണ്ടാവും. എനിക്കിത് നൈറ്റ് ഡ്യൂട്ടി ആണ്. എന്നാലും ഞാൻ അവൻ വരുന്നിടം വരെ വെയിറ്റ് ചെയ്തു, ഇതുണ്ടാക്കി കൊടുത്തു. ഇനി അവനെ കുളിപ്പിച്ചിട്ടൊക്കെ വേണം എനിക്ക് പോകാനും. പക്ഷെ നമ്മൾ സ്പെൻഡ് ചെയ്യുന്നൊരു ടൈം അത് നമുക്ക് രണ്ടാൾക്കും പിന്നെ തിരിച്ച് കിട്ടത്തില്ല. അവർക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുന്ന ടൈം നമുക്ക് ഈ ഒരു സമയത്ത് അവർക്ക് വേണ്ടി ചെയ്യാൻ പറ്റുന്നത് കുറച്ച് നേരം നമ്മൾ ചെയ്യണമെന്ന് നോക്കുമ്പോൾ ചെയ്യാൻ പറ്റത്തില്ല. നമ്മളൊന്നിലും പ്രായമായി പോവും, അല്ലെങ്കിൽ അവരെവിടെയെങ്കിലും പഠിക്കാൻ പോകും. അപ്പോൾ രണ്ട് കൂട്ടർക്കും ഇപ്പോൾ നമ്മുടെ ഈ ഒരു ഏജിലുള്ള ടൈം ക്വാളിറ്റി ഓഫ് ടൈമാണ് ഒരു പേരൻറ്റിങ്ങിൻ്റെ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ മാക്സിമം അവരോടൊപ്പം ടൈം സ്പെൻഡ് ചെയ്യാറുണ്ട്. അപ്പോൾ നിങ്ങളെങ്ങനെയാണ് സ്നാക്സൊക്കെ ഉണ്ടാക്കാറുള്ളത്? നല്ല നല്ല റെസിപ്പീസൊക്കെ കമൻറ്റിലൂടെ അറിയിക്കുക കേട്ടോ. മറ്റൊരു എപ്പിസോഡിൽ ഇനിയും കാണാം. ബൈ.